അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? അതാ നോക്കൂ. ഏട്ടായി കാത്തിരിക്കുന്നു എനിക്ക് നിന്നെ ഇതുപോലെ ഒന്ന് കിട്ടാൻ. ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട് നിനക്ക്. കിട്ടിയ സമയത്ത് ഞാൻ വന്നത്. മുത്തേ മഴവില് വന്നാലും കുഴപ്പമില്ല. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ. എന്തോ സംഭവമുണ്ട്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. മഴവില് വന്നാലും കുഴപ്പമില്ല. മുത്തേ മഴവില് വന്നാലും കുഴപ്പമില്ല. മഴവില് വന്നാലും കുഴപ്പമില്ലല്ലേ? ഓൾറെഡി വന്നില്ലേ? ഹനാൻഷ ഇപ്പൊ ഇത് ഹനാൻഷ കാണുമ്പോ തങ്കക്കുറവേ നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. ഓഡിയോ ക്ലിപ്സ് ഇത് തന്നെ കേൾക്കാനുള്ള പറ എനിക്കെതിരെ ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ. വെച്ചോ പോയോടെ റൂമിന്ന് മണം വിടണ്ട. അത് ഞാനല്ല. ഏട്ടായി കാത്തിരിക്കുന്നു എനിക്ക് നിന്നെ ഇതുപോലെ ഒന്ന് കിട്ടാൻ. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. ഇല്ല തൊപ്പി, നീ ജയിലൊന്നും അങ്ങനെ ജയിലൊന്നും പോകത്തൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ ജയിലിൽ പോയാൽ ഞാൻ നിന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു നിനക്കറിയോ? ബാ കാണിച്ചിരം വാ. തൊപ്പിയോട് അവര് ചെയ്തത് എന്താണ് കണ്ടോ സാർ? എന്റെ തൊപ്പിയോട് എന്താണ് ചെയ്തത് അവർ കണ്ടോ സാർ? സോഷ്യൽ മീഡിയയിൽ ഊമിത്തരം പറഞ്ഞെന്ന് പറഞ്ഞ അകത്തിട്ടേക്കുന്നത്. എന്റെ തൊപ്പിൽ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ കൊല്ലും സാർ. എനിക്ക് അത്രയ്ക്ക് ജീവനാ തൊപ്പിനെ. ഐ ലവ് യു തൊപ്പി, ഐ ലവ് യു. നീ ഇല്ലെങ്കിൽ എനിക്ക് കോട്ടന് കിട്ടൂല. ഇറങ്ങി വാ. എവിടെ വിളിച്ചിരിക്കുന്നത്? ഇറങ്ങി വാ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.